ലച്ചുവേ, ഞാനേ മൊത്തത്തിലൊന്ന് പെട്ടിരിക്കുകയാണ്. ലച്ചു അവളെന്തിനാ എന്നെ കണ്ട ഉടനെ ഓടിയ? നിന്നെ കണ്ട ആർക്കെ ഇറങ്ങി ഓടാൻ തോന്നാത്തത്? അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. വരുന്നുണ്ട് ലച്ചു. ലച്ചു എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവളല്ലെങ്കിലും ഒരു പണിയും ചെയ്യത്തില്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? നീ എന്തൊക്കെ ഒപ്പിച്ചാലും ഷെർലക് ടോംസിന്റെ അനിയത്തിയാവള്. ലച്ചുവേ, ആത്മാവിന് ശാന്തി കൊടുക്കണമേ. ലച്ചു ശിവാനി ഉള്ളത് കൊണ്ട് എപ്പിസോഡ് കാണാൻ ഒരു രസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു അത്യാവശ്യം ഒരു സമാധാനം ഉണ്ട്. നമുക്ക് സിദ്ധു ഇല്ലെങ്കിൽ പോലും ഇവർ രണ്ടുപേരും തിരിച്ചു വന്നതിന്റെ ഒരു സമാധാനം ഉണ്ട് എപ്പിസോഡിൽ. അത് കാണാനും ഉണ്ട്. അത്യാവശ്യം കോമഡി വർക്കൗട്ട് ആവുന്ന രീതിയിൽ ലച്ചു ചേച്ചി വരുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് പുള്ളിക്കാരുടെ കുറച്ച് പരിപാടികൾ ഉണ്ടാവും. എന്തായാലും കുഴിപ്പുളത്ത് ആ ഒരു അമ്മായിയമ്മയായിട്ടുള്ള ചെറിയൊരു പരിപാടിയാണ്. അമ്മുമ്മയുടെ വായിൽ നിന്നൊക്കെ വീഴുന്നുണ്ട്. ലച്ചു വീട്ടിൽ പണിയെടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കണ്ടുതന്നെ അറിയാം. എന്തായാലും അമ്മായിയമ്മയായിട്ട് ഏത് രീതിയിൽ ആയിരിക്കും പോവാന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ അറിയാം. അത്യാവശ്യം എനിക്ക് അത്യാവശ്യം കോമഡികൾ വർക്കൗട്ട് ആയതുപോലെ തോന്നുന്നുണ്ട്. പലരും നമ്മൾ സിദ്ധുവിൻ്റെ കാര്യം പറയുന്നുണ്ട്, പക്ഷെ പലരും ഇപ്പം എപ്പിസോഡ് കാണുന്നില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ പറയല്ലേ. അപ്പം സിദ്ധു ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇവര് എപ്പിസോഡ് കാണാതിരിക്കുന്നതിന് സിദ്ധു പോയിട്ട് വരുമെന്നാണ് സിദ്ധു ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പക്ഷേ